വ്യാപാരികൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ അവർ പ്രധാനമായ പ്രശ്നം പറയുന്നത് ഇതിനൊരു മുന്നറിയിപ്പില്ലായിരുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുന്നത്. വെള്ളം വീഴായിരിക്കും അതിനാണ്. റാന്നിയിൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ആശങ്കയാണ്. മഴ ശക്തിപ്പെടുമ്പോൾ തന്നെ ആശങ്കയാണ്. ഇപ്പോൾ വീണ്ടും മഴ പെയ്യുക 2-3 ദിവസം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വന്നവരെ ഞങ്ങൾ. പ്രധാനമായിട്ടും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുഴുവൻ ക്ലീനിങ്ങും പിന്നെ ഇവിടെയും കുട്ടനാട്ടിലും എല്ലാം ഉണ്ട് പ്രശ്നമുണ്ടല്ലോ. ഇപ്പോഴും അതേപോലെ തന്നെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ തുണിയായാലും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളായാലും ബേക്കറി ഐറ്റംസ് ആയാലും പലചരക്കായാലും എല്ലാം പോയി. അപ്പോൾ ഇവർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടപരിഹാരമാണ് ഏറ്റവും വലിയ പ്രശ്നം. മുന്നറിയിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ വീണ്ടും മഴ കൊണ്ട് ഈ മഴ ഇനി 2 ദിവസം വീണ്ടും പെയ്താൽ അതിൻ്റെ ആശങ്ക വേറെയുണ്ട്. ഇപ്പോൾ ഡാമുകൾ തുറന്നതിൽ വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകിയില്ല, അനൗൺസ്മെന്റ് നടത്തിയില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തന്നെ രാവിലെ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ കച്ചവടക്കാർ പറഞ്ഞതും മുന്നറിയിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട കുറേ കടകളിലാണ് നമ്മൾ പോയത്. 300ഓളം കടകൾ, 300-ലധികം കടകൾ, 500-ലധികം കടകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, താഴോട്ട് പോകുന്നിടത്ത് ആറന്മുള, കോഴഞ്ചേരിയൊക്കെ ഈ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇവർക്കെല്ലാം മുന്നറിയിപ്പ് കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം. മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ 2018 പുതിയ സംഭവമായിരുന്നു. ഇപ്പോൾ അതൊരു പുതിയ സംഭവമല്ല. കാരണം വെള്ളം ഇങ്ങനെ പൊങ്ങുകയും പ്രകൃതി പെട്ടെന്ന് ക്ഷുഭിതമാവുകയൊക്കെ ചെയ്യുന്ന അനുഭവമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒട്ടും തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ സംഭവം ഇത് നമുക്ക് ആളുകൾക്ക് പരമാവധി ഇനിയായാലും നഷ്ടം ഉണ്ടാവാതിരിക്കാൻ, ഇനിയും വെള്ളപ്പൊക്കത്തിലൊരു അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഗവൺമെൻറ് അക്കാര്യത്തിനകത്ത് സജീവമായിട്ട് ഇടപെടണം. തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും ഇടപെടണം. മുൻകൈ കൊടുക്കാനും അറിയിപ്പ് കൊടുക്കാനും ഒക്കെ ഗവൺമെൻറ് ഭാഗത്താണ്. പിന്നെ ഈ ആളുകൾക്ക് ഇൻഷുറൻസ് ഒന്നും പലർക്കും ഇല്ല. അപ്പോൾ ആ നഷ്ടപരിഹാരം നൽകുന്ന കാര്യം അടക്കമുണ്ട്. അപ്പോൾ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ UDF സർക്കാർ അടിയന്തരമായി ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അടിയന്തരമായി ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഇവരുടെ ഈ ഉള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നഷ്ടപരിഹാരം വേണം. ഈ കടകളിൽ നിന്നൊക്കെയുള്ള സാധനം സേവ് ചെയ്യാവുന്ന കാര്യങ്ങൾ അത്ര സേവ് ചെയ്യണം. ഇവർക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇരട്ടി നഷ്ടമാണ്. കാരണം ഓണത്തിൻ്റെ സീസണാണ്. കേരളത്തിലെ ആകെ കച്ചവടത്തിൻ്റെ നല്ലൊരു ഭാഗവും നടക്കുന്നത് ഓണ സീസണിലാണ്. ഓണ സീസണിന് വേണ്ടിയിട്ടുള്ള തുണിയും മറ്റ് സാധനങ്ങളും ഒക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്നതാണ്, എല്ലാ സാധനങ്ങളും. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടം നികത്താൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോഴും ഈ പ്രളയത്തിൻ്റെ അന്തരീക്ഷം മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല മുൻകരുതൽ വേണം. ഗവൺമെൻറ് അക്കാര്യത്തിനകത്ത് എടുക്കേണ്ട മുൻകരുതൽ വേണം. അപ്പോൾ ഇപ്പോൾ ഉണ്ടായത് കുറച്ച് സ്ഥലങ്ങളിലാണ്. പക്ഷേ ഈ മഴയുടെ അന്തരീക്ഷം ഇപ്പോഴും നിൽക്കുന്നു. 3 ദിവസത്തേക്ക് പറഞ്ഞിരിക്കുന്ന അലർട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഇനിയുള്ള രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ജീവഹാനിയുടെ പ്രശ്നമല്ല റാന്നിയിൽ വന്നേക്കുന്നത്. ജീവഹാനിയുടെ പ്രശ്നം ഉരുൾപൊട്ടലും പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുപോലുള്ള അപകടകരമായ സ്ഥിതി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായിട്ട് ഉണ്ടാവണം. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കുന്നതിന് പകരം ഇതിലേക്ക് കേന്ദ്രീകരിക്കണം. ഈ സമയത്ത് അതേ പറയുന്നുള്ളൂ. ഇതിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനമാകെ, മന്ത്രിമാരാകെ, ഉദ്യോഗസ്ഥന്മാരാകെ അതിലേക്ക് കേന്ദ്രീകരിക്കണം. ജനങ്ങളെ ആകെ ഇതിനായിട്ട് സഹായത്തിന് വിളിച്ചാൽ ഇവിടെ എല്ലാം വോളണ്ടിയർമാരാണല്ലോ ഈ പ്രവർത്തനം നടത്തുന്നത്. വോളണ്ടിയർമാരായിട്ട് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന DYFIയുടെ യൂത്ത് ബ്രിഗേഡ് അവർ പ്രവർത്തനം നടത്തുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ആളുകളുണ്ട്. കേരളത്തിലാകെയുള്ള ജനങ്ങൾ അതിനെല്ലാം തയ്യാറാവും. അപ്പോൾ അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം ഉണ്ടാവണം.